ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഇന്ത്യയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഥ മാറി. ലോകരാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാരിക്കൂട്ടാൻ കാത്തു നിൽക്കുകയാണ്. പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കണക്കുകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ രേഖകൾ പ്രകാരം 2025-26 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. ഇതൊരു ചെറിയ നേട്ടമല്ല. 2016-17 കാലത്ത് കേവലം 1,522 കോടി രൂപയായിരുന്നു നമ്മുടെ പ്രതിരോധ കയറ്റുമതി. അതായത് അവിടെ നിന്നാണ് 25 ഇരട്ടി വർധനവ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 2018-19 ആദ്യമായി 10,000 കോടി കടന്ന കയറ്റുമതി കോവിഡ് കാലത്ത് 8,435 കോടിയായി ചുരുങ്ങിയിരുന്നു. എന്നാൽ 2023-24 21,083 കോടിയിൽ നിന്നാണ് ഒറ്റയടിക്ക് പുതിയ റെക്കോർഡിലേക്ക് ഇന്ത്യ പറന്നെത്തിയത്. ഇനി ഇതൊക്കെ ആരാണ് വാങ്ങിക്കൂട്ടുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഫാൻസ് 3 രാജ്യങ്ങളാണ്. നമ്മുടെ കയറ്റുമതിയുടെ 60% പോകുന്നത് ഇവിടേക്കാണ്. പട്ടികയിൽ ഒന്നാമത് മ്യാൻമറാണ്, 28%. തൊട്ടു പിന്നിൽ 19%മായി ഫിലിപ്പൈൻസുമുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് അർമേനിയയാണ്, 15%. ഇതുകൂടാതെ ശ്രീലങ്ക 13%, മൗറീഷ്യസ് 8.3%, സീഷെൽസ് 6%, വിയറ്റ്നാം 5.5% തുടങ്ങി ഇന്ത്യൻ ആയുധങ്ങളിൽ വിശ്വാസമർപ്പിച്ച രാജ്യങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യ ഇവർക്ക് വിൽക്കുന്നതെന്ന് നോക്കാം. കേവലം തോക്കും ഉണ്ടയൊന്നും മാത്രമല്ല ഇവർ വിൽക്കുന്നത്, വമ്പൻ കപ്പലുകൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. 2016 മുതൽ 2025 വരെയുള്ള കണക്കെടുത്താൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് കപ്പലുകളാണ്, 55%. തൊട്ടുപിന്നിൽ ആർട്ടിലറി സിസ്റ്റംസ് ആണ്, 13%. ആധുനിക മിസൈലുകൾ 12%, സെൻസറുകളും നിരീക്ഷണ സംവിധാനങ്ങളും 9% ഉണ്ട്. കൂടാതെ 6% എയർക്രാഫ്റ്റുകൾ, 5% വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലോക ആയുധ വിപണിയിൽ ഇന്ത്യ ഇപ്പോൾ വെറുമൊരു കാഴ്ചക്കാരനല്ല, കളിയുടെ നിയന്ത്രണമുള്ള വമ്പൻ ശക്തിയാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് തന്നെ ആയുധം നൽകാനും ഇന്ത്യക്ക് കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വന്തം കരുത്ത് തെളിയിച്ച് മുന്നേറുകയാണ് എന്നാണ് ഈ കണക്കുകൾ അടിവരയിട്ട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.